ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളെന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. 9 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. അതിൽ കേരളവും തമിഴ്നാടും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 7 സംസ്ഥാനങ്ങളും 2019 ബി ജെ പിക്ക് സമ്പൂർണ്ണ വിജയം സമ്മാനിച്ച സംസ്ഥാനങ്ങളാണ്. അവിടെയാണ് കാറ്റെതിരായിരിക്കുന്നതെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട്. അവിടെയെല്ലാം വീഴ്ചകൾ സംഭവിക്കാൻ പോകുന്നു. അവിടെയെല്ലാം സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നു. ഇനി ഒരു ഘട്ടത്തിൽ പോലും ഒരു വീഴ്ചയും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്രാപ്യമായി തീരും. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു പ്രധാനപ്പെട്ടയാളെ രംഗത്തേക്ക് ഇറക്കി വിട്ടുകൊടുത്തുകൊണ്ട് അതിനൊരു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ 30 സീറ്റുകളിൽ ഈ പറയുന്ന 21 സീറ്റുകൾ എന്ന് പറയുന്ന ആ വലിയ നേട്ടത്തിൽ നിന്ന് താഴത്തേക്ക് പോകാൻ അവരാഗ്രഹിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇനിയിപ്പം ജാമ്യം കിട്ടി പ്രചാരണത്തിന് ഇറങ്ങിയില്ല എങ്കിൽ പോലും ഡൽഹിയിൽ കാര്യങ്ങൾ ബി ജെ പിക്ക് സുഗമമല്ല. അവിടെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം എന്ന് പറയുന്നത് 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ നേടാവുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു.